ഇന്നത്തെ റെസിപ്പി പഴങ്ങൾ വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് എന്നോ അതോ ഫ്രൂട്ട് പായസം എന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. പക്ഷെ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള നിങ്ങളെ കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലും വടക്കുന്നാഥ ക്ഷേത്രത്തിലും പോയ കുറച്ച് ക്ലിപ്സും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. ഫ്രൂട്ട്സൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആപ്പിളിൻ്റെയും പഴത്തിൻ്റെയും മാത്രം തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അത് എടുക്കാനാവുമ്പോഴേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലേ പെട്ടെന്ന് കറുത്ത് പോകില്ലേ. എല്ലാം 250 ml കപ്പിൽ ഓരോ കപ്പ് അളവിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് അനാറുണ്ട് ഒരു കപ്പോളം. പിന്നെ ഇപ്പോഴത്തെ ഗ്രേപ്സിനൊക്കെ നല്ല മധുരമല്ലേ, അപ്പോൾ ഞാൻ ഒരു ഗ്രീൻ ഗ്രേപ്സിൽ അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1 കപ്പ്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, അത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. അത്ര മധുരം വേണം നോക്കിയിട്ട്. പിന്നെ 1.5 ടീസ്പൂണോളം കാർഡമം പൗഡർ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാമ്പഴം ഉണ്ട്. 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ബദാം പരിപ്പ് അണ്ടിപ്പരിപ്പ് 25 എണ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ടും. പിന്നെ ബ്ലാക്ക് ഗ്രേപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ റോ റൈസിലെ പച്ചരി, അതും 1 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെക്കുന്നത്. ഞാനിവിടെ ഉരുളിയാണ് അടുപ്പത്ത് വെക്കുന്നത്. നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ട് പോലെയുള്ള അതുപോലത്തെ എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 ലിറ്റർ പാലാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം അതനുസരിച്ചിട്ടാണ് ഫ്രൂട്ട്സും ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പാലിൻ്റെ അളവനുസരിച്ചിട്ട് എല്ലാം മാറി എടുത്താൽ മതി. പാല് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പച്ചരിയില്ലേ അതൊന്ന് അരച്ചെടുക്കുക. അതായത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആണെന്നൊന്നുമില്ല, കുറച്ച് തരിതരിപ്പോടെ അരച്ചെടുത്താൽ മതി. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു റവയുടെ ഒക്കെ തരിതരിപ്പ് പോലെയില്ലേ, ആ പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ സെയിം ജാറിലേക്ക് തന്നെ നമുക്ക് നട്ട്സും അരച്ചെടുക്കാം. ഈ ബദാം പരിപ്പിൻ്റെ തൊലി കളയണേ. അത് വെള്ളത്തിൽ സോക്ക് ചെയ്യുമ്പം തൊലി നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ പായസത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിനിടയിൽ പാൽ അടുപ്പത്ത് വെച്ചത് മറന്നു പോകരുത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചെറുതായിട്ട് ഇങ്ങനെ അടുക്കി പിടിക്കും. അപ്പം അതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. പാല് നല്ലോണം തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചരിയില്ലേ അത് ചേർക്കാം. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1.5 ടീസ്പൂൺ കാർഡമം പൗഡറില്ലേ നേരത്തെ എടുത്ത് വെച്ച ഏലക്കായ് പൊടിച്ചത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് മാത്രം ചേർക്കുന്നത് ഞാൻ ബാക്കി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ടാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. ഇനി അഥവാ ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് സാൾട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച കാഷ്യൂനട്ടും ബദാം പരിപ്പും ഇല്ല അത് ചേർക്കാം. അപ്പം തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചേർത്താൽ മതി. ഇത് പാലുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം തീ കൂട്ടിയാൽ മതി.
ഇനിയിപ്പോൾ ഒരു അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് അപ്പാടെ ഒഴിക്കണ്ട. അങ്ങനെ അരക്കപ്പ് ചേർത്ത് മധുരം നോക്കിയിട്ട് വീണ്ടും അങ്ങനെ വേണമെങ്കിൽ ചേർത്താൽ മതി. അരക്കപ്പും കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പം ടോട്ടല് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം മധുരമായി വന്നിട്ടുണ്ട്. ഇനി പാൽ ഇളക്കി നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അത് കുറച്ചൊന്ന് തിക്കായിട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പാലിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചത് ഒഴിക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ് ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് യെല്ലോ കളർ വരുന്നുണ്ട്. അപ്പം അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഞാൻ തന്നെ കോൺഫ്ലോറും വാനില എസൻസും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വൈറ്റ് കളറിൽ തന്നെ ഇരിക്കും. വാനില എസൻസ് വേണമെന്ന് നിർബന്ധമില്ല, കാരണം നമ്മൾ ഓൾറെഡി കാർഡമം പൗഡർ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു തണുപ്പിക്കുമ്പോൾ ഒരു ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്തത്. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം ഇത് നല്ലോണം തണുക്കുമ്പം കുറച്ച് നല്ല പായസം പോലെ കുറുകി വരും. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതിപ്പോൾ കാണിച്ചു തരാം. കണ്ട കൺസിസ്റ്റൻസി നല്ലോണം തിക്കായിട്ടില്ലേ, നമുക്ക് കുടിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പഴങ്ങളെല്ലാം ചേർക്കാം ഇതിലേക്ക്. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ച് കഴിക്കാനായിരിക്കും ഈ ചൂടത്ത് ഏറ്റവും നല്ലത്. റമദാനും വിഷുവിനും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു പായസമാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഗുരുവായൂരപ്പനെ കാണണം തോന്നിയപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഗുരുവായൂരേക്ക് യാത്ര തിരിച്ച്. കുട്ടിക്ക് ലീവ് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. മാംഗ്ലൂരിൽ നിന്നായതുകൊണ്ട് ഞങ്ങൾ രാവിലെ 4 മണിക്ക് തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു 2:30 ആയപ്പോഴേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നേ. 2:30 ആയിട്ട് ഇവിടെ ലഞ്ച് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചായിരുന്നു. കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി. ഇത് ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ, നേരെ നോർത്ത് നടയിലേക്ക് ഹോട്ടലിൽ നിന്ന് കയറാൻ പറ്റും. അപ്പം പിന്നെ തൊഴുതിറങ്ങിയതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. കുട്ടിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം തോന്നിയത് ഇങ്ങനെ യൂട്യൂബിലേക്കും കൂടി ഇട്ടേക്കാൻ തോന്നിയത്. പ്രത്യേക ഒരു അനുഭൂതിയല്ലേ ഇവിടെ ഇങ്ങനെ വരുന്നത്. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടല്. കൃഷ്ണവത്സം എന്ന് പറഞ്ഞ പേര്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് വേറെ ഫുഡിനൊന്നും വേറെ പുറത്ത് പോകേണ്ടി വന്നിട്ടില്ല. ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. നല്ല ഫുഡും ആയിരുന്നു കേട്ടോ. Krishna
രാവിലെ ഞങ്ങൾ നിർമ്മാല്യം തൊഴാൻ പോയായിരുന്നു. ഒരു 2:30 AM ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അങ്ങനെ നിർമ്മാല്യം നല്ലോണം തൊഴാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് കുറച്ച് വന്ന് കിടന്നതിന് ശേഷം വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഗുരുവായൂരിന് നേരെ ഞങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് വന്നു. വടക്കുംനാഥനെ തൊഴുതിട്ട് പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഞാനിവിടെ തൃശ്ശൂർ 2 വർഷം ഉണ്ടായിരുന്നു. മോന് +1 +2 ഇവിടെ തൃശ്ശൂരാണ് പഠിച്ചത്. അപ്പോൾ PC കോച്ചിങ് ക്ലാസ്സും കൂടെ അങ്ങനെയായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ 2 വർഷം താമസിച്ച് പഠിക്കുകയാണ് ചെയ്തത്. അമ്പലത്തിൽ നിന്ന് നേരെ ഞങ്ങൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് വന്ന് ഇവിടുത്തെ കോച്ചിങ് സെൻറ്ററിലായിരുന്നു മോനെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ സെലിക്സ് മാളിലെല്ലാം സ്ഥിരം വരുന്ന സമയമായിരുന്നു. അപ്പം മോനിങ്ങനെ ക്ലാസ് കഴിയുന്നവരെ ഞങ്ങൾ വന്ന് വെയിറ്റ് ചെയ്യും ഇവിടെ വന്നിട്ട്. അതുപോലെ ഇവിടെ ഒരു റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു സ്ഥിരം വെജിറ്റബിൾസും ഗ്രോസറിയും ഒക്കെ വാങ്ങുന്നത്. അതൊക്കെ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഒന്നിങ്ങ് വന്നതാണ്. ഇവിടെ ചേലക്കോട്ടുകരയിലുള്ള കല്യാൺ ഹാബിറ്റേറ്റിലായിരുന്നു ഞാൻ 2 വർഷം താമസിച്ചത് അന്നേരം. അപ്പോൾ അതും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാ. ഇവിടെ താമസിച്ചിട്ട് ഇപ്പം 5 years ആണ്. എങ്കിലും ഇവിടുത്തെ കെയർ ടേക്കർ ഇപ്പം നമ്മളെ വിളിച്ചിട്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഇതാണ് ഇവിടുത്തെ കെയർ ടേക്കർ.